ചിലർ 8 കെട്ടിനകത്താണ്, ചിലർ 12 കെട്ടിനകത്താണ്, ചിലർ 100 കെട്ടിനകത്താണ്, ചിലർ സഹസ്രം സഹസ്രങ്ങളായ കെട്ടുകളിനകത്താണ്. അപ്പൊ ഏറ്റവും താഴെ തട്ടി കിടക്കുന്നവനെ പോയിട്ട് പറയാണ്, ഡേവേ ദേ ഇവിടെ സത്യം കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കടാ എന്ന് പറയും അല്ലേ? പോയി പണി നോക്കടാ നീ. എനിക്കിപ്പോ ഒരു സത്യം വേണ്ട, ഒരു കുന്തവും വേണ്ട. ഏറ്റവും താഴെ തട്ടത്തിൽ മതിഭ്രമത്തിൽ കിടക്കുന്ന ആളുകളുണ്ട്. മതിഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിലൂഷൻ. ഇതെല്ലാം സത്യമാണ്, ഇതെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് ഏറ്റവും, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, കമാൻഡിങ് സോൾ. ഒരു കമാൻഡിങ് സോളിനോട് നിങ്ങൾ പോയിട്ട് പറയുകയാണ്, ദേ ഇങ്ങനെ ഇവിടെ സത്യം കൊടുക്കുന്നുണ്ട്, ഫ്രീ ആണ്, ഫ്രീ ആണെങ്കിലും ശരി, ഇനി പൈസ ആണെങ്കിലും ശരി, ഞാൻ ഒന്നിനുമില്ല, ഞാൻ ദേ എനിക്ക് ഇവിടെ ഒരു മന്ത്രവാദി ഉണ്ട്, പുള്ളി എല്ലാം ശരിയാക്കി തരും. അല്ലെങ്കിൽ എൻ്റെ ഒരു ഉപാസന ഉണ്ട്, അത് അവിടെ നിന്ന് എല്ലാം ശരിയാക്കി കിട്ടും. ഇല്ലെങ്കിൽ എൻ്റെ ഇന്ന ആചാരമുണ്ട്, അതിൽ നിന്ന് ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. മനസ്സിലായില്ലേ? നോഹയുടെ മകൻ പറഞ്ഞത് പറയും, ഞാൻ ശരിയാക്കിക്കോളാം. ഉം. യേശുവിനെ തള്ളിയത് പറയും, ഞാൻ ശരിയാക്കിക്കോളാം. മുഹമ്മദ് നബിയെ തള്ളിയ സ്വന്തം ബന്ധുക്കൾ വരെ പറയും, ഞങ്ങൾ ശരിയാക്കിക്കോളാം, നീ ശരിയാക്കാനൊന്നും വരണ്ട. ശ്രീകൃഷ്ണൻ മായാജാലക്കാരനാണെന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് നിന്ന സമൂഹം അവര് പറയും, ഞങ്ങൾ ശരിയാക്കിക്കോളാം, ഈ സ്വാതന്ത്ര്യവും ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. കരകയറാൻ ബുദ്ധിമുട്ടാണ്. എത്ര കോടി സമ്പാദിച്ചാലും അവസാനം സമാധാനം ഉണ്ടാകില്ല. എത്ര കോടി സമ്പാദിച്ചാലും, കോടികൾ സമ്പാദിച്ചാലും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ സ്വാതന്ത്ര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചുറ്റും എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യില്ല. ഈ കൈവശവും ഈ കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ഏക്കുന്നത് നിങ്ങൾ ആ ഒരു തലത്തിൽ നിൽക്കുമ്പോഴാണ്. പൈശാചികമായ തലത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഏക്കുന്നു. പൈശാചികമായ ഒരു തലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ താഴെ തലത്തിലാണ് നിൽക്കുന്നത്, നിങ്ങൾ കമാൻഡിങ് സോളായിട്ടാണ് നിൽക്കുന്നത്, നിങ്ങൾ മതിഭ്രമത്തിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാം ഏക്കും. ഭൂതം, പ്രേതം, പിശാച്, കൈവശം, കണ്ണേർ എല്ലാം ഏക്കും. മനസ്സിന്റെ തലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടെ എല്ലാം ഇല്യൂഷനാണ്. കാശുണ്ടാക്കുന്നതും ഇല്യൂഷനാണ്, ഇല്ലാത്തതും ഇല്യൂഷനാണ്. മക്കൾ ഉണ്ടാകുന്നതും ഇല്ലാത്തതും ഇല്യൂഷനാണ്. അതിനുശേഷം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, നിരന്തരം മരണം വരെ പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് ഇല്യൂഷനാണ്. മരണം വരെയാണ് പ്രശ്നങ്ങൾ, അല്ലാതെ ഇന്ന് തീരുമല്ല. അതിപ്പൊ തീർത്ത് രക്ഷപ്പെട്ടു പോയാൽ പിന്നീട് നിങ്ങൾക്ക് മർത്യനാകേണ്ടി വരില്ല, അമർത്യനാകാൻ പറ്റും. അത് ഇവിടുന്നേ പറ്റുള്ളൂ. ഈ ഈ ഒരു ശരീരത്തിൽ നിന്നുകൊണ്ടേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും നരകത്തിലോ അല്ലെങ്കിൽ ഭൂമിയിലോ പുനർജനിച്ച് ആ മനുഷ്യ ശരീരത്തിൽ വന്ന് വീണ്ടും വീണ്ടും അതും ചിലപ്പോൾ അതിനപ്പുറമുള്ള പെടാപ്പാടുകൾ പെട്ട്, അപ്പോഴും ചിലപ്പോൾ സത്യം മുന്നിൽ വന്ന് നിന്നോളണമെന്നില്ല. വന്ന് നിന്നാലേ കണ്ടെത്താൻ പറ്റുള്ളൂ. വന്ന് നിൽക്കാതെ എങ്ങനെ കണ്ടെത്തും? ഈ റബ്ബ് അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്നൊക്കെ പറയുമെന്നല്ലാതെ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ആ സമയത്ത് ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ വിശ്വാസം മാത്രമാണ്, വെറും സങ്കല്പം മാത്രമാണ്. സങ്കല്പത്തിൽ ഒരിക്കലും ദൈവം ഉണ്ടാവില്ല, അനുഭവത്തിലെ ദൈവം ഉണ്ടാവുള്ളൂ. നമ്മൾ ആ തലത്തിൽ നിൽക്കുമ്പോഴും ദൈവമേ, ഈശ്വര എന്നൊക്കെ വിളിച്ചിട്ടല്ലേ ഈ പണിയെല്ലാം ചെയ്യണത്. പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ ദൈവവും അവിടെ ഒരു സങ്കല്പം മാത്രമാണ്. ഇതേ ഈ മനസ്സ് അല്ലെങ്കിൽ ഈ പിശാജ് അല്ലെങ്കിൽ ഈ സമൂഹം, വലിയ പിശാജ് ഇട്ട് തന്നിരിക്കുന്നത്, എടേ അതൊരു വിശ്വാസം മാത്രമാണ് എന്ന വിശ്വാസമാണ്. അത് സങ്കല്പമാണ് അവിടെ നിങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുന്നത്. അവര് തന്നെയാണ് ദൈവത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ? ആ സമൂഹം തന്നെ ദൈവത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഈശ്വരനെ സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുമ്പില്. എന്നിട്ട് പറയുകയാണ് അതൊരു വിശ്വാസമാണ് എന്ന് പറഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എവിടെ നിൽക്കണം? അതൊരു വിശ്വാസം മാത്രം. അവിടെ നിങ്ങൾക്ക് ഇല്യൂഷനാണ് തന്നേക്കണത്.
അതൊരു പക്കാ ലൂപ്പാണെന്ന്. ഞാനിത് 10 വർഷം 20 വർഷം മുമ്പ് വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. ലൂപ്പ് അല്ലെങ്കിൽ ചുരുളി, ചക്രം എന്നൊന്നും, എട്ടിന്റെ പണി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പ്രായോ ജാതിയോ മതോ വർഗോ വർണ്ണോ ഒന്നും പ്രശ്നമല്ല. കാരണം കാലം സത്യമാണ്. ഇത്